For a brilliant move, choose ഭവൻസ് വിദ്യാലയ ഒറ്റപ്പാലം. വിശ്വസിച്ചേൽപ്പിക്കാം വരും തലമുറയെ. ജനവികാരം LDF അനുകൂലമാണെന്നും ചരിത്ര വിജയത്തോടെ LDF മൂന്നാം ഭരണം ഉണ്ടാവുമെന്നും മുൻ MLA എം ഹംസ. തുടർ ഭരണം ഉണ്ടായില്ലെങ്കിൽ വികസനം ഇല്ലായ്മയിലേക്ക് കേരളം പോകുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായതായും എം ഹംസ ACV ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. 10 വർഷക്കാലം കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും തുടർന്നില്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നാനാമുഖങ്ങളിലുള്ള മുന്നേറ്റങ്ങളും തടയപ്പെടുമെന്നൊരു വിചാരത്തിലേക്കാണ് കേരളത്തിലെ ജനങ്ങൾ എത്തിയിരിക്കുന്നത്. വികസന ദാരിദ്ര്യം അനുഭവപ്പെടുന്ന മണ്ഡലത്തിൽ വികസനം എത്തിക്കുക എന്നതായിരുന്നു താൻ MLA ആയപ്പോൾ ഉണ്ടായിരുന്ന പ്രധാന ലക്ഷ്യമെന്നും വികസന കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുകയും അത് തനിക്ക് ശേഷം വന്ന MLA-മാർ അടക്കം നടപ്പിലാക്കുകയും ചെയ്തു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ ഒരു വികസന ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. അപ്പോൾ വികസന ദാരിദ്ര്യം പരിഹരിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി വികസനത്തിൻ്റെ റൂട്ട് മാപ്പുകളിലേക്ക് അന്വേഷണം പോവുകയും എന്തെല്ലാം വികസനങ്ങളാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി 20 കൊല്ലം ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം വികസനത്തിൻ്റെ കുതിപ്പിൻ്റെ വർഷമാണ്. 20 വർഷത്തിനുള്ളിൽ 500-ലേറെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ LDF MLA-മാർക്ക് സാധിച്ചിട്ടുണ്ടെന്നും എം ഹംസ പറഞ്ഞു. 500-ലേറെ ഞാനും സഖാവ് ഉണ്ണിയേട്ടനും സഖാവ് പ്രേമനും ചേർന്ന് 500-ലേറെ വികസന പദ്ധതികളാണ് ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ ഈ 20 കൊല്ലക്കാലത്തിനുള്ളിൽ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. 2006 മുതൽ വന്ന MLA-മാർക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നും പുതിയ തലമുറകളുടെ മാറ്റങ്ങളും പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിച്ചതെന്നും അത് പ്രാവർത്തികമായപ്പോൾ വികസന കുതിപ്പ് ഉണ്ടായതായും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ഞാനൊക്കെ MLA ആയതിനു ശേഷം ഇവിടെ പുതിയ തലമുറയുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും പുതിയ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ ഉൾക്കൊണ്ടു പ്രവർത്തിക്കുന്ന ഒരു MLA-മാരാകണം എന്നൊരാശയം മുന്നോട്ട് വരികയും അതിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഒരു വലിയ കുതിപ്പുണ്ടായി.